എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ നമുക്ക് അർജൻറ്റായിട്ട് ഡേറ്റ് തെറ്റിപ്പോയി, ചെറിയൊരു പണി കിട്ടിയൊരു ദിവസമാണ്. അതായത് ക്രിസ്മസ് ആണ് ഇന്ന് ഓഫൊക്കെ ആക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ നമുക്കതിന് സാധിച്ചില്ല. കാരണം ഡേറ്റ് 26-ാം തീയതി കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ കേട്ടത്. പക്ഷേ 26-ാം തീയതി അവർക്ക് പരിപാടിയാണ് രാവിലെ. അപ്പോൾ 25-ാം തീയതി വൈകിട്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നല്ല തിരക്കായതുകൊണ്ട് തന്നെ നമുക്കത് കേട്ടപ്പോൾ തെറ്റിപ്പോയതാണോ ഇനി ആൾക്ക് പറഞ്ഞത് തെറ്റിപ്പോയതാണോ അറിയില്ല. എന്തുതന്നെയാണെങ്കിലും ഇന്ന് വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ചെയ്ത ഐറ്റം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നതാണ്. അപ്പോൾ ഐറ്റം ഞാനിപ്പോൾ കാണിക്കാം. അപ്പോൾ ഇതാണ് ഐറ്റം വരുന്നത് കേട്ടോ. ഒരു കിഡ്സിൻ്റെ ഒരു ഫ്രോക്കാണ്. നമുക്ക് കസ്റ്റമർ തന്നെ നമുക്ക് റെഫറൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മിററിൽ അല്ലെങ്കിൽ ഇത് കാണിക്കുമ്പോഴേ കുറച്ച് ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഭംഗി കറക്റ്റായിട്ട് മനസ്സിലാവില്ല. അപ്പോൾ ഇതാണ് ഫ്രോക്ക് വരുന്നത്. നമുക്ക് കസ്റ്റമർ തന്ന സെയിം റെഫറൻസിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ഫീൽഡിലുള്ളവർക്കും അതുപോലെ തന്നെ ഇതിലേക്ക് ഇറങ്ങി തിരിക്കാൻ നിൽക്കുന്നവരോടും പറയാനുള്ളൊരു കാര്യമാണ്. ഈ ഫീൽഡിലുള്ളവർക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇതുപോലെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാകും. കാരണം നമുക്ക് ഡേറ്റ് മാറിപ്പോവുക, ചിലപ്പോൾ നമ്മൾ കേട്ടതിൻ്റെ ആയിരിക്കാം, ചിലപ്പോൾ കസ്റ്റമറിൻ്റെ പറഞ്ഞ ഡേറ്റിൽ ചിലപ്പോൾ അവർക്ക് വന്ന വീഴ്ചയായിരിക്കാം. പക്ഷെ നമുക്ക് ഒരിക്കലും കസ്റ്റമറിനെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ലല്ലോ. അവരിപ്പോൾ സാധനം ഞങ്ങൾക്ക് ഇന്ന് വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി നമ്മൾ വർക്ക് എടുത്തു കഴിഞ്ഞാൽ ഫുൾ റെസ്പോൺസിബിലിറ്റി നമുക്ക് മാത്രമാണ്. നമ്മുടെ വർക്കേഴ്സിനോ അല്ലെങ്കിൽ ബാക്കി ആർക്കും ആയിരിക്കില്ല. നമ്മൾ തന്നെ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എടുക്കണം. അപ്പോൾ അത് നമുക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ നമുക്കത് മാനേജ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി നമുക്കും ഉണ്ടാവണം. ആ സമയത്ത് നമ്മൾ ഡൗൺ ആയിരുന്നിട്ടൊന്നൊരു കാര്യമില്ല. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ എന്തേ ക്രിസ്മസ് ഒക്കെയാണ് നമുക്ക് ആഘോഷിക്കാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ക്രിസ്മസ് എന്നല്ല കേട്ടോ, എന്ത് ആഘോഷങ്ങളാണെങ്കിലും ഫാമിലി ഫംഗ്ഷൻ ആണെങ്കിലും നമ്മൾ ഈ ഒരു ഫീൽഡൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ നേരത്തെ പോകണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ആ ടൈമിലൊന്നും എത്തില്ല, നമ്മളായിരിക്കും ഏറ്റവും ലാസ്റ്റ് എത്തുക. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. പക്ഷേ നമ്മൾ ചെയ്യുന്ന ജോലിയോട് നമുക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കതൊന്നും കുഴപ്പമില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടി ചില സമയങ്ങളിൽ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ജസ്റ്റ് എനിക്ക് പറ്റിയൊരു മണ്ടത്തരം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞു, കസ്റ്റമറിന് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവരും ക്രിസ്മസ് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. അപ്പം ഇനി ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ. സമയം ഒരുപാടായി, കുറേ ലേറ്റായിപ്പോയി. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.